പൊന്നാങ്കണ്ണി ചീരയാണ്. തണ്ട് ചെറുതായിട്ട് ചുവപ്പ് കളറുണ്ട്. ഇലയിൽ ചെറിയ ചുവപ്പും പച്ച കളറോട് കൂടിയ പൊന്നാങ്കണ്ണി ചീര. മധുരയിൽ കൊണ്ടുവന്നതാണ് ഇന്നലെ. എൻ്റെ കൂട്ടുകാരൻ്റെ അമ്മ പോയിട്ട് വന്നപ്പോൾ ഇന്നലെ കൊണ്ടു തന്ന കേട്ടോ പൊന്നാങ്കണ്ണി ചീര. നമ്മളത് കഴുകി വൃത്തിയാക്കി ഒന്ന് വെള്ളം വലിയാൻ വേണ്ടി പേപ്പർ വിരിച്ച് അതിൽ നിരത്തിയൊക്കെയാണ്. നമുക്കത് പതുക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ആദ്യം നമുക്ക് അതിൽ നിന്ന് ഇലകളൊന്ന് അടർത്തിയെടുക്കാം കേട്ടോ. ഈ തണ്ട് അത്യാവശ്യം കനമുള്ളതാണെങ്കിൽ നട്ട് വെച്ചാൽ ചിലപ്പം പൊട്ടിക്കിളിക്കും കേട്ടോ. ഞാൻ കുറച്ച് നട്ട് വെക്കുന്നുണ്ട്. നമുക്ക് ഏറെക്കുറെ നമ്മൾ അടർത്തി എടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിനി ഇതൊന്ന് കഴുകി വൃത്തിയാക്കി പതുക്കെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പം ഇലകൾ ഇങ്ങനെ കൂട്ടി പിടിച്ച് നമ്മൾ ചീര അരിയുന്ന പോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. വളരെ ഔഷധ ഗുണമുള്ളതാണ്. കണ്ണിനൊക്കെ വളരെ നല്ലതാണെന്നാണ് പറയപ്പെടുന്നത് പൊന്നാങ്കണ്ണി ചീര. ഇതിൻ്റെ പല രൂപത്തിലുള്ള പൊന്നാങ്കണ്ണി നമ്മുടെ പറമ്പുകളിലും വഴി സൈഡിലൊക്കെ ഉള്ളതാണ്. ഇതാണ് കറി വെക്കാൻ പറ്റുന്നതെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. നമുക്കിതെങ്ങനെ വെക്കുന്നതെന്ന് നോക്കാം. ഒരടി കെട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലൊക്കെ എണ്ണ ഒഴിച്ച് കടുകൊന്ന് പൊട്ടിക്കണം. കടുകൊന്ന് പൊട്ടി റെഡിയായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അതൊന്ന് മൂത്ത് റെഡിയായി വരുമ്പോഴേക്കും അതിലേക്ക് 2 വറ്റൽമുളക് കൂടെ പൊട്ടിച്ചിടണം. ഈ കടുകിട്ട സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഉഴുന്നുകൂടെ ഇടുന്നത് നല്ലതായിരിക്കും. ഏകദേശം ഒന്ന് വാടി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചേക്കുന്ന നമ്മുടെ ചീരയുടെ ഇല പതുക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി റെഡിയാക്കി കൊടുക്കണം. അത് നമ്മുടെ ചീര വെക്കുന്നതൊക്കെ പോലെ തന്നെയുള്ള മണം വരുന്നുള്ളൂ കേട്ടോ. വേറെ ടേസ്റ്റൊന്നുമില്ല. അതിലേക്ക് നമ്മൾ മണമൊന്നും വരുന്നില്ല കേട്ടോ. അതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങ, മഞ്ഞൾപ്പൊടി, ചെറിയുള്ളി, പച്ചമുളക്, ജീരകം ചേർത്തുള്ള അരിപ്പൗഡർ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. ഈ ഇലയ്ക്ക് വലിയ വേവിൻ്റെ ആവശ്യമില്ലെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഒരു 10 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ച് ഒന്ന് ആവി കയറ്റി വേവിച്ചെടുക്കുകയാണ്. 10 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ പൊന്നാങ്കണ്ണി ചീര ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.